ഹായ് നമസ്കാരം. നമ്മൾ ഇന്ന് നിൽക്കുന്നത് നമ്മുടെ ബോച്ചയുടെ ഷാപ്പിലാണ് കേട്ടോ. അതെവിടെയെന്ന് അറിയില്ല, നായരമ്പലത്ത്. ഇവിടെ ഒരുപാട് ഐറ്റംസുകളുണ്ട്. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതൊന്നുമല്ല, ഇവിടുത്തെ ഒരു ആംബിയൻസ് കാണാൻ വേണ്ടിയിട്ട് വന്നു. അപ്പോൾ ഈ ഇവിടുത്തെ ആംബിയൻസ് എങ്ങനെയുണ്ടെന്നുള്ളത് നമുക്ക് കാണിച്ചു തരാം. ഓക്കെ, നേരെ ഉള്ളിലേക്ക് പോകാം. അപ്പം നമ്മളിത് ബോച്ചറ ഷാപ്പിലിതേ കള്ളുടിക്കാൻ പോകണ്ട. അങ്ങനെ നമ്മൾ ബോച്ചയുടെ ടോഡി ഷോപ്പിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന ഒരു എൻട്രൻസ് ആണ് ഈ കാണുന്നത്. ഒരുപാട് ചെടികളൊക്കെ വെച്ചിട്ട് ഒരു വല്ലാത്തൊരു വൈബ് തന്നെയാണ്. അതുപോലെ തന്നെ കയറി ചെല്ലുന്ന സ്ഥലത്ത് തന്നെ ബോച്ചയുടെ ഒരു അടിപൊളി ഒരു സ്റ്റാച്ചു വെച്ചിട്ടുണ്ട്. അതായത് കള്ള് ചെത്താൻ കയറുന്ന ഒരു ചെത്തുകാരനായിട്ടാണ് കേട്ടോ. അടിപൊളിയാണ് കേട്ടോ. ഒരു കള്ളുകുടമൊക്കെ വെച്ച് ഇതിൻ്റെ അടുത്ത് ഒരുപാട് ആളുകൾ ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ക്യൂ ആയിരുന്നു. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ നേരെ ഈ ബോച്ചയുടെ റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിലേക്കാണ് ഈ കടന്നു നിൽക്കുന്നത്. ഒരു രക്ഷയില്ല കേട്ടോ. ഇത് കാണേണ്ട ഒരു കാഴ്ചയാണ്. സംഭവം വേറെ ലെവലാണ്. ഇവർ സെറ്റ് ചെയ്താക്കുന്ന രീതി അടിപൊളി ലൈറ്റിങ്ങും ആംബിയൻസും ആണ്. അതാണ് അടിപൊളി കേട്ടാ. ഇതിൻ്റെ ഒരു കിച്ചൺ ആട്ടോ ഈ കാണുന്നത്. അവിടെ ഒരു ബോച്ച ടോഡി ഷോപ്പിൽ നിന്ന് ഒരു എംബ്ലോക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ബായി അവിടെ നിന്ന് പൊറോട്ട റെഡി ആയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. പക്ഷേ നമ്മൾ ഫുഡിന് വേണ്ടിയിട്ടല്ല വന്നത്, ഇവിടുത്തെ ഒരു വൈബ് എടുക്കാൻ വേണ്ടിയിട്ടാണ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായി. അതുപോലെ തന്നെ കുട്ടികൾക്ക് കളിക്കാനായിട്ട് കുറേ ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പുറത്തുനിന്ന് ഈ കാണുന്ന ഒരു വ്യൂ ആണ് ആ റെസ്റ്റോറൻറ്റിൻ്റെ ഉൾഭാഗം നമ്മൾ നേരത്തെ കാണിച്ചു തന്നത്. അതുപോലെ തന്നെ നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് തന്നെ ഒരു സ്പേസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ ഒരു ബോച്ചയുടെ ഒരു പ്രതിമയും വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ ബോട്ടിങ് എന്ന് പറഞ്ഞാൽ തികച്ചും ഫ്രീ ആണ്. അതായത് ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മളിത് പൈസ കൊടുത്ത് ബോട്ടിങ്ങിന് പോകുന്നതിനേക്കാൾ അടിപൊളിയാണ് ഇവിടെ. ഇത് ഫ്രീ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ബോച്ചയുടെ ഷാപ്പിൽ അടിപൊളി വഞ്ചികളുണ്ട്. വഞ്ചിയല്ല, ബോട്ട് ഇഷ്ടം പോലെ ഉണ്ട്. കാലോട് ചവിട്ടണത്, തുഴയണതുണ്ട്. ഇതൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ആളുകൾ കണ്ട ഒരുപാട് പേര് ബോട്ടിലൊക്കെ എൻജോയ്മെന്റ് ചെയ്യുന്ന കാഴ്ചയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫുഡൊക്കെ കഴിച്ച് അല്ലെങ്കിൽ ഫുഡ് കഴിക്കുന്നതിന് മുമ്പൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് ബോട്ടിലൊക്കെ പോയി വെള്ളത്തിലൊക്കെ കളിച്ച് ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു വളരെ ഒരു എൻ്റർടൈൻമെൻ്റ് ആണ് കുട്ടികളൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ. കാരണം ഇവിടെ ഒന്നാമത് നടക്കാൻ തന്നെ ഒരുപാട് സ്പേസ് ഉണ്ട്. ഇതിപ്പോൾ പുതിയ സംഭവങ്ങളൊക്കെ കുറച്ച് പണിയുന്നതിൻ്റെ ഭാഗമായിട്ടാണ് തോന്നുന്നത്. കാരണം പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ നിൽക്കുന്നത് എവിടെയെന്ന് വെച്ചാൽ ഇതൊരു ഹട്ട് പോലെ ചെയ്താക്കാനാണ്. ഗംഭീര സാധനം. കുറച്ച് ലൈറ്റ് കുറയുക മാത്രം ചെയ്തിട്ടാക്കിയ വേറൊരു അടിപൊളി വൈബാണ്. അതായത് നമുക്ക് ഒരു പ്രൈവറ്റ്, അതായത് നമുക്കൊരു ഫാമിലി ആയിട്ട് വന്ന് മാറിയിരുന്ന് ഫുഡൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള സെറ്റപ്പ്. ഇത് AC ഒക്കെയാണ് തോന്നുന്നത് അല്ലേ? ചെറിയ സെറ്റപ്പാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ വീണ്ടും പുറത്തേക്ക് ഇറങ്ങി. ഇതാണ് നമ്മൾ ഈ ചൂണ്ടയൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര്, കാരണം ഇതിനകത്ത് ഇഷ്ടം പോലെ മീനാണ്. അപ്പോൾ ചൂണ്ടിടാൻ വേണ്ടി ഒരുപാട് ആളുകൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിങ്ങനെ നടന്ന് പോവാം, കാരണം ഒരുപാട് സ്പേസ് ഉണ്ട് ഇങ്ങനെ നടക്കാനായിട്ട് കേട്ടോ. ഇതും ഞാൻ നേരത്തെ കാണിച്ചു തന്ന പോലത്തെ വേറൊരു ഹട്ടാണ്. അപ്പോൾ അടിപൊളിയാണ് കേട്ടോ. ഇതാണ് പുറത്തുനിന്നുള്ളൊരു വ്യൂ. നമുക്ക് പ്രൈവറ്റ് ആയിട്ടിരുന്നൊക്കെ, അതായത് വേറെ ആരുടെയും ശല്യമില്ലാതെയൊക്കെ ഇരുന്ന് കഴിക്കാനായിട്ടുള്ള ഒരുപാട് സ്പേസുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു വ്യൂ ആണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ. കാരണം എൻ്റർടൈൻമെൻ്റ് ആണ്. നമുക്കൊരു എന്താ പറയുക, ഒരു ടെൻഷനും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നമുക്കിങ്ങനെ സംസാരിച്ചിരിക്കാനൊക്കെ ഉള്ളൊരു അടിപൊളി സ്പേസാണ്. ഇപ്പോൾ കുറേ പേര് ചൂണ്ടിടുന്നുണ്ട്, നമ്മളും ഒന്ന് ചൂണ്ടിയിട്ട് നോക്കുകയാണ്. മീനുകൾ ഒരുപാട് ഉണ്ടെന്ന് തോന്നുന്നു, ഇങ്ങനെ കൊത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാരണം എല്ലാ ചൂണ്ടിടുന്ന മിക്കവർക്കും മീൻ കിട്ടുന്നുണ്ട്. നമുക്കും ഒരു ചെറിയൊരു മീനൊക്കെ കിട്ടിയിട്ടുണ്ട്. കരിമീനാണ് കേട്ടോ. കാരണം ഇത് നോക്കിയാൽ കരിമീനാണ്. കാരണം എനിക്ക് തോന്നുന്നു ഇതിനകത്ത് തന്നെ വളർത്തുന്നതാണെന്ന് തോന്നുന്നു. കാരണം നമ്മൾ ചൂണ്ടിടുമ്പോൾ തന്നെ അത് കൊത്തുന്നുണ്ട്. പിന്നെ ഇതൊരു കെട്ടും കൂടിയാണല്ലോ. അപ്പോൾ ഈ പുറത്തേക്കൊന്നും മീനുകൾ അങ്ങനെ പോകില്ല. ഉള്ള മീനുകൾ ഇതിനകത്ത് തന്നെ ഉണ്ടാവും. പക്ഷെ നമ്മൾ അതിനെ പിടിച്ചിട്ട് അതിനെ നേരെ വെള്ളത്തിലേക്ക് തന്നെ ഇടുകയാണ്. കാരണം എന്താ പറയുക, ജസ്റ്റ് ഇട്ട് നോക്കിയെന്നേ ഉള്ളൂ. അതുപോലെ തന്നെ ഒരുപാട് പേര് നിന്ന് ഇടുന്നുണ്ട് കേട്ടോ. കാരണം ആളുകൾക്ക് വരുമ്പോൾ ഈ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള രീതിയിലാണ്. ഇത് നമ്മൾ പുറത്തുനിന്ന്, അതായത് മറ്റൊരു ഭാഗത്തു നിന്നുള്ളൊരു വ്യൂ ആണിത്. അപ്പോൾ ഗൈസ്, ബോച്ചയുടെ ടോഡി ഷോപ്പിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങളൊന്ന് പോയി നോക്കുക, കണ്ടിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ്, ഷെയർ, ലൈക്കൊക്കെ ചെയ്ത് തന്നാൽ ഒരുപാട് സന്തോഷം. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെയും ബൈ.